ഈ കുടജാദ്രിയിലേക്ക് വരുമ്പോഴാണെങ്കിലേ ഇപ്പോഴും ആളുകൾ കേട്ടോണ്ടിരിക്കുന്ന മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ്. എന്തോ അതിന്റെ വരികളായാലും അതിന്റെ ആ ഒരു സിനിമാറ്റോഗ്രഫി, കാട്, വശ്യത, ആ രണ്ടുപേരെയും സെലക്ട് ചെയ്തത് ചേട്ടനാണ് അല്ലേ? നമ്മൾ ആ ആൽബം ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് ഈ പുള്ളി ഈ മെയിൽ എന്ന് പറയുന്നത് ഒരു ഹിന്ദിക്കാരനോ വല്ലതും ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. ഒരു ടാർസന്റെ ലുക്കൊക്കെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്രയും വർഷത്തോളം ആളുകൾ കേട്ടിരിക്കുന്ന ഒരു പാട്ട് ഡയറക്റ്റ് ചെയ്തതും സിനിമാറ്റോഗ്രാഫി ചെയ്ത ഒരാളാണ്. അത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ആദ്യം പാട്ട് തന്നെ നമ്മളെ അതിനകത്തേക്ക് അടുപ്പിക്കണം. അത് കഴിഞ്ഞല്ലേ എല്ലാം വരുന്നുള്ളൂ. അപ്പോൾ ഈ പാട്ട് മൻസൂർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു പുതിയ കക്ഷിയാണ്. നമുക്കൊരു ഒരു മ്യൂസിക് ഡയറക്ടറോ അല്ലെങ്കിൽ പാട്ട് എഴുതാൻ കഴിവുള്ള ആളെന്ന് കാഴ്ചയിൽ തോന്നാത്തൊരു മനുഷ്യൻ, എന്നെ ഞെട്ടിച്ച് കളഞ്ഞ മനുഷ്യനാണ്. നല്ല കഴിവുള്ളൊരു ചെറുപ്പക്കാരൻ. അതെന്തുകൊണ്ടോ എനിക്ക് മനസ്സിലായിട്ടില്ല, എന്തുകൊണ്ട് അദ്ദേഹം സിനിമയിലേക്കൊന്നും വന്നില്ല എന്ന് വലിയ വിഷമമുള്ള കാര്യം. പക്ഷെ നല്ല കഴിവുള്ള, പക്ഷെ പുള്ളിയുടെ രീതിയിലേ പുള്ളി ചെയ്യുള്ളൂ. പുള്ളിക്ക് പിടിച്ച രീതികളുണ്ട്. നമ്മൾ ഇവര് മറ്റുള്ളവരെ പോലെയല്ല. പുള്ളിക്ക് പുള്ളിയുടെ ടൈം, പുള്ളിയുടെ രീതികളൊക്കെ അതൊക്കെ ആയിരിക്കാം. എൻ്റെ അടുത്ത് എന്നെ ഒരു ആരോ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. പാട്ട് കേട്ടപ്പോൾ ഞാൻ അവിടെ നമ്മൾ എന്താ പറയാ, നമ്മൾ പറയുന്നത് ഒരു സൃഷ്ടി, അതിനകത്ത് അത് സൃഷ്ടിച്ചത് ആരാന്ന് നമുക്ക് അറിയേണ്ട കാര്യമേ ഇല്ല. സൃഷ്ടി അവിടെ ഉണ്ടാവും. ഇപ്പം ഈ ഫിലിം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടിരിക്കും.